വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അതേസമയം സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് സ്പോൺസർ കൂടിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി. കൃത്യമായ മാനദണ്ഡപ്രകാരമാണ് സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. സ്വർണ്ണപ്പാളി നവീകരണം സംബന്ധിച്ച വാറന്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വർണം പൂശാൻ ഏൽപ്പിച്ചത്. ഒന്നും മറയ്ക്കാനില്ലാത്തത് കൊണ്ടാണ് കോടതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. എൻ്റെ കാലഘട്ടമുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, കോടതി സമഗ്രമായി അന്വേഷിക്കട്ടെ, അല്ലെന്ന് ഞങ്ങൾക്കൊരു മടിയുമില്ല. പിന്നെ 2019 കാര്യമൊക്കെ അന്വേഷണ വിധേയമായിരിക്കുന്ന കാര്യമാണ്, അത് കോടതി അന്വേഷിക്കുന്ന കാര്യമാണ്, വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്കതിനെ സംബന്ധിച്ച് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. അത് കോടതിയോട് ആ കാലഘട്ടത്തെക്കുറിച്ചെല്ലാം ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ വീഴ്ച അന്വേഷിക്കട്ടെ. സ്വർണം പൂശാൻ ഏൽപ്പിച്ചത് ചെമ്പുപാളികളായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിച്ചു പറയുന്നു. ദേവസ്വം രേഖകളിലും അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. എനിക്ക് തന്ന ഡോക്യുമെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ചെമ്പുപാളി എന്ന് പറഞ്ഞ് തരുമ്പോൾ ചെമ്പുപാളി എന്ന് പറഞ്ഞാണ് നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ അന്വേഷിക്കണം. 2024 സ്വർണം പൂശൽ വിവാദം പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ ദേവസ്വം പ്രസിഡന്റ് 2019 സ്വർണം പൂശിയ സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് പറയുന്നത്. അതേസമയം ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇനിയും ആയിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.